ഓണപരീക്ഷ അടുത്തിട്ടുണ്ട്. പക്ഷേ പാഠപുസ്തകം ലഭിക്കാത്ത സംസ്ഥാനത്തെ കാഴ്ച പരിമിതിയുള്ള +1 വിദ്യാർത്ഥികളുടെ അവസ്ഥയിലേക്ക്, ആ സ്കൂളുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബ്രെയിലി ലിപിയിൽ പ്രത്യേകം തയ്യാറാക്കേണ്ട പുസ്തകങ്ങൾ ഉടൻ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടും ലഭിച്ചില്ല എന്നാണ് പരാതി. പുസ്തകങ്ങൾ ഇല്ലാതെ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. എൻ്റെ പേര് ആയിഷ സമീഹ. ഞാൻ വൈദ്യരങ്ങാടിയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ബ്രെയിൽ പുസ്തകം ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശബ്ദയൗവനം. എം മുകുന്ദൻ്റെ പ്രശസ്ത നോവൽ സീത ആകാശവാണിയിൽ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന നാടകമായി പ്രക്ഷേപണം ചെയ്തു. ഇന്നും എനിക്കൊരു റേഡിയോ വിസ്മയമായി നിൽക്കുന്ന TP രാധാമണി ചേച്ചിയായിരുന്നു സീതയുടെ റോളിൽ. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വൈദ്യരങ്ങാടിയിലാണ് ആയിഷ സമീഹയുടെ വീട്. പിതാവ് ഓട്ടോ തൊഴിലാളിയാണ്. നല്ല പാട്ടുകാരി കൂടിയായ സമീഹ പാടിയും പഠിച്ചും 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയാണ് +1 വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ പലപ്പോഴും പേരിന് മാത്രമായി പോവുകയാണ് കാഴ്ച മാഞ്ഞുപോയ ഈ കുട്ടികളുടെ പഠനകാര്യത്തിൽ. പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. എക്സാം അടുക്കാറായി, എന്നിട്ടും ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടും എന്ന് പറയുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രതീക്ഷയിലാണ്. ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പറയുന്ന നോട്ട്സ് എഴുതിയെടുത്തിട്ടും അവർ പറയുന്നത് കേട്ട് ഓർമ്മിച്ച് വെച്ച് അങ്ങനെയാണ് പഠിക്കുന്നത്. സമീഹയുടെ പിതാവ് സിദ്ദീഖ് ഓട്ടോ ഡ്രൈവറാണ്. 10ാം തരം വരെ മകളെ നല്ല നിലയിൽ പഠിപ്പിച്ച് +1 ചേർത്തെങ്കിലും ഓണപരീക്ഷയായിട്ടും പഠിക്കാൻ പുസ്തകമില്ല. കാഴ്ചാ പരിമിതർക്ക് പുസ്തകം എത്തിക്കുന്നതിന് പ്രത്യേക തയ്യാറെടുപ്പുകൾ അക്കാദമിക് തലത്തിൽ വേണ്ടതുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ തയ്യാറെടുപ്പുകൾ നടത്താൻ വൈകി. ഫലമോ ഓണപരീക്ഷയായിട്ടും ബ്രെയിൻ ലിപിയിലുള്ള പുസ്തകം ഇവർക്ക് ലഭ്യമായില്ല. കാഴ്ചാ പരിമിതരുടെ സംഘടനയായ KF ആണ് സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ച് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. പുസ്തകങ്ങൾ കിട്ടാൻ വൈകുന്നതിന്റെ ആശങ്ക സിദ്ദീഖ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ വിഷയം ഏറെ ചർച്ചയായി. എൻ്റെ മകള് മുൻകാലങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ച കുട്ടിയാണ്. ഇപ്പം +1 മുതലാണ് ഹോസ്റ്റലിൽ നിൽക്കൽ തുടങ്ങിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഷുമാരും മറ്റുള്ള സാധാരണ കാഴ്ചയുള്ള കുട്ടികൾ കൂടെ പഠിക്കുന്നവരുണ്ട്. അവർ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ഹോസ്റ്റലിലായിരിക്കും നിൽക്കുക. അപ്പോൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. കാരണം കൂടെ മുറിയിൽ താമസിക്കുന്നവരും ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രതിസന്ധിയിലാണ്, ആശങ്കയിലാണ്. സംസ്ഥാനത്ത് തന്നെ കാഴ്ചാ പരിമിതർ പഠിക്കുന്നത് കോഴിക്കോട് കൊളയറയിലെ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡിലാണ്. ഇവിടെ +1 59% അംഗപരിമിതർക്ക് സംവരണമുള്ളതാണ്. ഇവിടെയുള്ള +1 വിദ്യാർത്ഥികൾക്കാണ് ബ്രെയിൻ ലിപിയിലുള്ള പാഠപുസ്തകം ഇതുവരെ ലഭിക്കാത്തത്. അടിയന്തരമായി ബ്രെയിൻ ലിപിയിലുള്ള പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉറപ്പു നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും പുസ്തകങ്ങൾ മാത്രം സ്കൂളുകളിലെത്തിയില്ല. കാഴ്ചകൾ കാണാത്തവരാണ് ഈ കുട്ടികൾ. ഈ അക്ഷരങ്ങളിലൂടെയാണ് അവർ പരിമിതമായെങ്കിലും കാഴ്ചകളെ മനസ്സിലാക്കുന്നത്. അതിന് വലിയ പിന്തുണ വേണം. സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അടിയന്തര ഇടപെടൽ വേണം. കോഴിക്കോട് വൈദ്യരങ്ങാടിയിൽ നിന്നും ക്യാമറമാൻ സുൽത്താനൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.